ശ്രീ കെ അൽകുമാർ, ഇവിടെ ടി പി ചന്ദ്രൻ മാഷ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. എന്താണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഈ കത്ത് കേരളം സമർപ്പിച്ചു, കേരളം വാദിച്ചു. ഇതാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. 5 പൈസ തരാൻ അവർക്ക് ഉദ്ദേശമില്ല. മാത്രമല്ല L3 കാറ്റഗറിയിലടക്കം ഈ സമീപനം ഇങ്ങനെയാണ്, അവഗണനയാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ഈ കത്തിൽ എവിടെയാണ് ഇനി സാമ്പത്തിക സഹായം നൽകില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ കണ്ണോടുകൂടി വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷേ ഈ കത്തിലെവിടെയും അങ്ങനെ ഇനി പൈസ തരില്ല എന്ന് പറയുന്നില്ല എന്ന് കോടതി പറഞ്ഞതാണ്. ശ്രീ അൽകുമാർ, കേരളത്തോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നത് പുതിയ കാര്യമല്ല. 2018 മഹാപ്രളയവും 2019 പുത്തുമലയിലുണ്ടായ കേരളമാകെ ഉണ്ടായ മലയിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങളും കണ്ടപ്പോൾ ഒരു പണം പോലും നമുക്ക് അധിക സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, നമ്മൾ റേഷൻ സൗജന്യമാണെന്ന് പ്രഖ്യാപിച്ച പണത്തിൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയി. 204 കോടി രൂപയാണ്. സൗജന്യ റേഷൻ കൊടുക്കുന്നത് കേന്ദ്രമാണെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൊട്ടിക്കൊഴിച്ച് നടന്നിട്ട് പണം കേരളത്തോട് പിടിച്ചു വാങ്ങിച്ചു. നമ്മുടെ വിദേശത്തുനിന്ന് നമുക്കൊരു 700 കോടി രൂപ തരാമെന്ന് UAE ഭരണാധികാരി പറയുകയും നരേന്ദ്രമോദി അതിന് അനുകൂലമായി ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്ത് 2 ദിവസക്കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് സ്വന്തം നിലയിൽ ഇത് കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ട് എന്നൊരു നിലപാട് സ്വീകരിച്ചു. വിദേശ സഹായം വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് കേരളത്തെ പ്രത്യേകമായി സഹായിച്ചില്ല. നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ വിദേശത്ത് പോയി മലയാളികളോട് കേരളത്തിൻ്റെ പുനർനിർമ്മിതിക്ക് ഒരു ഫണ്ട് ആവശ്യപ്പെട്ടപ്പോൾ ആ മന്ത്രിമാരുടെ യാത്ര വിസമ്മതിച്ചു. ഇത് നമ്മുടെ അനുഭവമാണ്. ഇനി എന്താണ് കേരളത്തിൻ്റെ കേസ്? നിങ്ങൾക്ക് എന്തുകൊണ്ട് UPക്ക് കൊടുത്ത പണം പോരാ, ബീഹാറിന് കൊടുത്ത പണം പോരാ, രാജസ്ഥാന് കൊടുത്ത പണം പോരാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ദുരന്ത നിവാരണ ഫണ്ട്, 2 തരം ഫണ്ടുണ്ട്. ആ 2 തരം ഫണ്ടിൽ നിശ്ചിതമായ തുക നമ്മുടെ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം എല്ലാ വർഷവും നിക്ഷേപിക്കപ്പെടും. അത് വയനാട്ടിൽ ദുരന്തമുണ്ടായെങ്കിലും ഇല്ലെങ്കിലും നിക്ഷേപിക്കപ്പെടും. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് അവിടെ കിടപ്പുണ്ട്. അതും സത്യമായ കാര്യമാണ്. ആ ഫണ്ടിനകത്ത് 600-700 കോടി രൂപയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. നമുക്ക് 1100ഓളം പേർക്ക് വീട് വെച്ച് കൊടുക്കണം. അതിനിപ്പോൾ 2 എസ്റ്റേറ്റുകൾ കണ്ടെത്തി. ആ സ്ഥലം പൊന്നും വിലയ്ക്ക് എടുക്കണം. പൊന്നും വിലയ്ക്ക് എടുക്കാൻ വേണ്ടി ഈ പണം ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുമോ? 2, നമുക്കൊരു വീട് വെച്ച് കൊടുക്കണമെങ്കിൽ, അത്തരമൊരു സ്ഥലത്ത് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും കേരളത്തിൽ ചിലവ് വരും. അവിടെ അത് പോരാ, ഒരു 15 ലക്ഷം രൂപയുടെ വീട് വേണം. ഒരു സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്കൂൾ വേണം, അംഗനവാടി വേണം, ആശുപത്രി വേണം, കളിസ്ഥലം വേണം. ഇതുൾപ്പെടെയുള്ള ആധുനിക രീതിയിലുള്ള ഗ്രാമനിർമ്മിതിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിന് ഈ പണം എടുത്ത് യഥേഷ്ടം ചെലവഴിക്കാൻ കേന്ദ്രം അനുവദിക്കുമോ? അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഈ പണമെല്ലാം നിശ്ചിതമായ മാനദണ്ഡങ്ങളാൽ ബന്ധിതമാണ്. എന്താണ് മാനദണ്ഡം? നിങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം 1,32,000 രൂപ ഈ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ കഴിയും. 1,32,000 രൂപ മാത്രമാണ് കേന്ദ്ര ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ കഴിയുന്നതെങ്കിൽ, ഈ ഫണ്ടിൽ നിന്നും ആകെ ചെലവഴിക്കാൻ കഴിയുന്നതെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് ബാക്കി പൈസ കേരളം കണ്ടെത്തണം. പക്ഷേ 1,32,000 രൂപയുണ്ടെങ്കിൽ UPയിലൊരു വീട് തീരും. അവിടെ BJPക്കാർ നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് നല്ല ഭൂരിപക്ഷം കിട്ടുന്ന ഗുജറാത്തിൽ ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. അത്തരം വീടുകൾ അവർക്ക് മതി. നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ മനുഷ്യരുടെ ജീവിത നിലവാരമനുസരിച്ച്, കേരളം എത്തി നിൽക്കുന്ന ജീവിത നിലവാരമനുസരിച്ച് കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഒരു സ്കൂൾ നിർമ്മിക്കാൻ 2 ലക്ഷം ഈ ഫണ്ടിൽ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ ഒരു സ്കൂൾ നിർമ്മിക്കാൻ 10 കോടി വേണ്ടേ? നമുക്കൊരു റോഡ് നിർമ്മിക്കണമെങ്കിൽ 2 ലക്ഷം രൂപ ഒരു കിലോമീറ്ററിന് കിട്ടും കേന്ദ്ര മാനദണ്ഡ പ്രകാരം. കേരളത്തിൽ ഒരു റോഡ് നിർമ്മിക്കാൻ 1 കിലോമീറ്ററിന് എത്ര കോടി വേണം? 2 ലക്ഷം 75,000. എനിക്ക് തെറ്റി. അതെ, ഞാൻ 2 ലക്ഷം രൂപ സംഭവിച്ചാൽ 75,000 പോട്ടെ. എന്തായാലും എന്താണ് യാഥാർത്ഥ്യം? അപ്പോൾ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറഞ്ഞ പോലെ ഈ ഫണ്ട് അവിടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഫണ്ടിൽ നിന്നും പണമെടുക്കണമെങ്കിൽ ആ ഫണ്ട് ടൈഡ് ഫണ്ട് എന്ന് പറയും. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഭൂമിശാസ്ത്രമനുസരിച്ച്, ഇന്നത്തെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് ഒരു വീടിന് എത്ര രൂപ, ഒരു സ്കൂളിന് ഇത്ര രൂപ, ഒരു ആശുപത്രിക്ക് ഇത്ര രൂപ തുടങ്ങി കേന്ദ്രമുണ്ടാക്കിയ എല്ലാ മാനദണ്ഡ പ്രകാരവും നമ്മൾ വീട് നിർമ്മിച്ചാൽ, സ്കൂൾ നിർമ്മിച്ചാൽ, ആശുപത്രി നിർമ്മിച്ചാൽ നമുക്ക് നിർമ്മിക്കാനാവില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേക പ്രശ്നം. അപ്പോൾ എന്ത് വേണം? ഇത്തരം ഒരു സഹായം തരുമ്പോൾ നമുക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ സഹായം തന്നാൽ മതി. ധാരാളം മലയാളികൾ വിദേശത്തുണ്ട്. നമ്മൾ പണം സ്വീകരിച്ച് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം.
ഇവർ സമ്മതിക്കത്തില്ല. കേരളത്തിൻ്റെ അഭിമാനം. ഉത്തരാഖണ്ഡിൽ പ്രളയം ഉണ്ടായപ്പോൾ ഹിമാലയം തകർന്നു പോയി. ഹിമാലയം ഇടിഞ്ഞ് വീണപ്പോഴത്തേക്കും ഉടനെ വിദേശ സഹായം സ്വീകരിക്കാം. സഖ്യപർവ്വതം ഇടിഞ്ഞ് വീണാൽ വിദേശ സഹായം പാടില്ല. അതെന്താ കാരണം? സഖ്യപർവ്വതം കേരളത്തിൻ്റെ ഓരത്താണ്. ഹിമാലയം എന്ന് പറയുന്നത് UP-യുടെ അല്ലെങ്കിൽ അപ്പുറത്തെ ഉത്തരേന്ത്യയിലെ നിങ്ങളുടെ സംസ്ഥാനങ്ങളുടെ ഭരണാധികാരമുള്ള സ്ഥലത്താണ്. ഈ വിവേചനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തോട് അർഹതപ്പെട്ട ഒരു നീതി നൽകണ്ടേ? എന്തിനാണ് ഈ നിവേദനം എഴുതി വാങ്ങിച്ചത്? നമ്മുടെ ഈ ഫണ്ടിൽ നിന്ന് നിയമപ്രകാരം ചെലവഴിച്ചാൽ മതിയെങ്കിൽ പ്രധാനമന്ത്രി എന്തിനാണ് വന്നത്? നമുക്കൊരു ഫണ്ടുണ്ട്, ആ ഫണ്ട് പ്രകാരം ചെലവഴിക്കാനാണ് പ്രധാനമന്ത്രി എന്തിനാണ് വന്നത്? കേന്ദ്ര സംഘം എന്തിനാണ് വന്നത്? ഇവിടെ എല്ലാം കണക്കില്ലേ? കണക്ക് കൂട്ടിയ പ്രകാരം ആ പൈസയും എടുത്താൽ പോരെ. നിങ്ങളെന്തിനാണ് വന്നത്? നിങ്ങളുടെ കേന്ദ്ര സംഘം വന്നു, വിശദമായ മെമ്മോറണ്ടം തരാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ വെച്ച് വിശദമായ മെമ്മോറണ്ടം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തെ പഠിപ്പിച്ച പ്രകാരം ഒരു നിവേദനം ഉണ്ടാക്കി. നിവേദനത്തിൻ്റെ കോപ്പി അങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 എന്ന് പറഞ്ഞ് വ്യാജ വാർത്തകൾ സർക്കാരിന് മേലെ നിർമ്മിക്കപ്പെട്ടു. ഇവിടെ BJP പ്രതിനിധി പറഞ്ഞു എത്ര രൂപ ചിലവായ കണക്ക് നിയമസഭയിൽ ചോദിച്ചു. നിയമസഭയിൽ ഉത്തരം കിട്ടി. ജയേന്ദ്ര മാഷ് വിട്ടുപോകും. ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ എത്ര രൂപ ചിലവായെന്ന് അവിടെ കണക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ പണമൊന്നും ചിലവായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പണം അവിടെ ചിലവായിട്ടില്ല. എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടുത്തെ ആക്ച്വൽ ചിലവെന്ന് പറയുന്ന ഈ എസ്റ്റിമേറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കേരളത്തോട് ഈ ചിറ്റമനയമാകാം, വിവേചനമാകാം എന്ന നില സ്വീകരിക്കുന്ന ധിക്കാരപരമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ, ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് പാരയാണ്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കേസ്. ഉദാഹരണമായിട്ട് കേരളത്തിൽ ദേശീയപാത പണിതു. ഇന്ത്യ രാജ്യത്ത് ദേശീയപാത പണിയാൻ സ്ഥലം ഏറ്റെടുക്കുന്നതിന് പണം നൽകേണ്ടി വന്ന ഏക സംസ്ഥാനം കേരളമാണ്. നമുക്ക് NH-47-ൻ്റെയും 66-ൻ്റെയും ഒക്കെ കൂടെ കൂട്ടി ആകെ 8,000 കോടി രൂപയാണ് കേരളത്തിന് ചെലവ്. അല്ല, വിവരക്കേടല്ല, ഞാൻ ആധികാരികമായിട്ട് പറയുന്നു. ഇന്ത്യ രാജ്യത്ത് ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുന്നതിന് കേരളത്തോട് 50% പൈസ ചോദിച്ചു. അവസാനം 25% സെറ്റിൽ ചെയ്തു. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ദേശീയപാത പണിയുന്നതിന് സംസ്ഥാനങ്ങൾ പണം കൊടുക്കുന്നില്ല. ഞാൻ പറയട്ടെ, 25% പണം കൊടുത്തു. ഞാൻ കൃത്യമായിട്ട് പറയാം. ഇനി ഞാൻ പറയട്ടെ, ബാംഗ്ലൂരിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരുകൾ സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, അവിടെ പിരിക്കുന്ന ട്രോളിൻ്റെ ഇത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് കരാർ വെച്ചിട്ട് 400-500 കോടി രൂപ ഷെയർ ചെയ്യുന്ന ചില പദ്ധതികളുണ്ട്. അത് ദേശീയപാതയല്ല, അതിൻ്റെ ഭാഗമായ ബൈപ്പാസുകളാണ്. ഞാൻ ആ രേഖകൾ മുഴുവൻ നോക്കി. ഇന്ത്യ സർക്കാർ ദേശീയപാത പണിയാൻ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പകുതി 4/1 പൈസ വാങ്ങിച്ച ഏക സംസ്ഥാനം കേരളം. രണ്ടാമത്തെ കാര്യം ശബരിമല പാത. താങ്കൾ പറഞ്ഞ അടിസ്ഥാന പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഫിസ്ക്കൽ കഴുത്ത് നമ്മൾ ഒരുപാട് പറയുന്നതാണ്. ഒറ്റ വാക്കൂടെ ഉള്ളൂ. ഇന്ന് ശബരിമല നട തുറന്നു. BJP-ക്കാർ ശബരിമലയിൽ പോയില്ല. ഞാൻ പറയുന്ന ശബരിമല നട തുറന്നു വരും BJP-ക്കാർ അറിയണം. ശബരിപാതയ്ക്കാണ് നമ്മൾ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കേരളം 50% പണം തരണം എന്നുള്ള ന്യായം എന്താണ്? ശബരിമല എന്ന് പറയുന്നത് ആരുടെയാണ്? മൂന്നാമത്തെ കാര്യമാണ് വിഴിഞ്ഞം. 2014 ഉണ്ടാക്കിയ ത്രികക്ഷി കരാറിനകത്ത് ഗ്യാപ്പ് വയബിലിറ്റി ഫണ്ടിനകത്ത് 815 കോടി രൂപ നിങ്ങൾ തരും, കേന്ദ്രം തരുമെന്ന് പറഞ്ഞ് അതിന് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴും പറഞ്ഞു. ഞങ്ങളുടെയാണ് 815 കോടി രൂപ. കേരളത്തിന്റെ കടത്തിന്റെ പറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഉറപ്പായും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. മാത്രമല്ല, നമ്മൾ ഈ കാലാകാലങ്ങളായി പറയുന്ന ഫിസ്ക്കൽ ഉപദ്രവിക്കൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ഈ 2018 മഹാദുരന്തത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടത് 26,000 കോടി അല്ല, നമുക്കുണ്ടായ നഷ്ടം 26,000 കോടി. നമുക്ക് ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം നമ്മൾ കൊടുത്ത 6,000 കോടി കിട്ടിയത് 2094. 2019 2,500 കണക്കങ്ങോട്ട് കൊടുത്ത് ഒന്നും ഒരു ചുക്ക് തന്നിട്ടില്ല. ഞാൻ എത്താം.